എല്ലാവർക്കും നമസ്കാരമുണ്ട്. നമ്മൾ നിൽക്കുന്നത് ചേലക്കരയിലെ ഒരു സുന്ദരമായിട്ടുള്ള ഗ്രാമത്തിലാണ്. അതായത് പരക്കാട് മെതിര് എന്ന് പറയും. ഈ കാടിന് കംപ്ലീറ്റ് കാടാണ്. ആ കാടിൻ്റെ സൈഡിൽ തന്നെ ഒരു ചെറിയൊരു ശിവക്ഷേത്രം, നല്ല ഭംഗിയുള്ളൊരു ശിവക്ഷേത്രമാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ശിവരാത്രി പറഞ്ഞാൽ അതിഗംഭീരമാണ്. ഒരു സ്വയംഭൂ ശിവനാണ്. അപ്പോൾ നമുക്ക് അവിടെ ഒന്ന് ആ ക്ഷേത്രത്തിലേക്ക് പോകും. നല്ല ചൈതന്യമുള്ള ക്ഷേത്രമാണ്, അതിപുരാതന ക്ഷേത്രമാണല്ലോ. അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ നാല് പുറമൊക്കെ നമുക്കൊന്ന് കാണാം എങ്ങനെയുണ്ട്. ഇത്രയും സുന്ദരമായിട്ടുള്ളൊരു ക്ഷേത്രം ഓരോ കോണിൽ നോക്കുമ്പോഴും അത്രയും സുന്ദരമാണ്. അടുത്ത് ഭദ്രകാളി ഇരിക്കുന്നതാണ്. അതിൻ്റെ തൊട്ടപ്പുറത്താണ് നല്ല ഭംഗിയായിട്ടുള്ള ഒരു കുളം. കണ്ടു, ഭംഗിയാ കുളം കാണാൻ. നല്ല തെളിനീര് പോലത്തെ വെള്ളം കേട്ടോ. അതിലേക്ക് സൂര്യപ്രകാശം ഇങ്ങനെ അടിക്കുമ്പോൾ ഇല്ലേ, പ്രത്യേക ഒരു വൈബാണ് കാണുന്നത്. ഇത് മനശ്ശേരി അയ്യപ്പനാണ്. ആനയൊക്കെ ഉള്ള ഗംഭീര ശിവരാത്രിയാണ്. അപ്പൊ അമ്പലത്തിലൊക്കെ തൊഴുതു. അത് കഴിഞ്ഞ് ഇതെന്താ അവിടെ ഒരു തിരക്കൊക്കെ കാണുന്നത്? അവിടെ ഭക്ഷണമൊക്കെ ഉണ്ട് പോകുന്നുണ്ട് കേട്ടോ കാലത്ത്. അതെന്താന്ന് പോയി നോക്കാം. എന്താ ഇവിടെ ഭക്ഷണം ഉണ്ടോ കാലത്ത്? ശിവരാത്രി ദിവസം. അതെ അല്ലേ, ശിവരാത്രി ദിവസം നമ്മൾ സേവാഭാരതിയുടെ കെയർ ഓഫിലാണ് ചെയ്യുന്നത്. സേവാഭാരതിയുടെ. ഇതിപ്പോ എത്ര വർഷമായി തുടങ്ങിയിട്ട്? 10 വർഷത്തിന് മുകളിലായി. 10 വർഷത്തിന് മുകളിലായി. കാലത്ത് എന്താ നമ്മള് ഭക്ഷണം കൊടുക്കുന്നത് ഇവിടെ? കാലത്ത് ഇഡ്ഡലി, സാമ്പാർ, ചട്നി, ചായ. ഇവിടെ വരുന്ന എല്ലാവർക്കും കൊടുക്കുമല്ലോ? ക്ഷേത്രത്തിൽ ഏകദേശം എത്ര ആൾക്കാർക്ക് നിങ്ങൾ കൊടുക്കുന്നുണ്ട് ഭക്ഷണം? ഞങ്ങളൊരു 300 പേർക്കോളം ഈ ഗ്രാമത്തില് ഉള്ള ആൾക്കാർക്ക് കൊടുക്കുമല്ലേ? അപ്പോ നിങ്ങൾ തന്നെയാണോ ഈ എടപ്പറ്റയിൽ അവിടെ മല്ലിശ്ശേരിക്കാവില് ഉണ്ടായിരുന്നത്? അല്ല, അത് സേവാഭാരതി എന്ന് പറയുന്നത് ഓരോ സ്ഥലത്തും അവിടുത്തെ പ്രവർത്തകർ ചെയ്യേണ്ടതാണ്. നിങ്ങൾ അവരൊക്കെ പരിചയം ഉണ്ടാവും. കോർഡിനേഷൻ ഉണ്ട്. അല്ല, മെഡിക്കൽ കോളേജിലും കഞ്ഞി കൊടുക്കേണ്ട ഒരുവിധം എല്ലായിടത്തും ഉണ്ട്. അതാത് സ്ഥലത്തുള്ള സേവാഭാരതി പ്രവർത്തകർ, സന്നദ്ധ പ്രവർത്തകനായിട്ട്. നിങ്ങളുടെ ഇവിടുത്തെ ഉത്സവമാണെങ്കിലും നിങ്ങൾ ഇങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഈ ഉത്സവങ്ങൾക്കൊന്നും കാര്യമായിട്ട് പങ്കെടുക്കാൻ പറ്റില്ല. ആൾക്കാർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പ്രവർത്തിച്ചു പോവാണല്ലേ? സേവാഭാരതിയുടെ പ്രവർത്തനം എന്ന് വെച്ചാൽ ആ രീതി അതാണ്. അപ്പോൾ ഒന്ന് ഞാനും ഇഡ്ഡലിയും ഇതൊക്കെ ഒന്നങ്ങോട്ട്. എന്ത് ചെയ്യണത്? ടൈലറാണ്. എവിടെയാണ്? ചേലക്കര.